നോക്കിയപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയതുകൊണ്ടും നമുക്ക് 4 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ടും അത് കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. നിയമസഭയിലടക്കം ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. മുൻപും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തു ചെയ്യാൻ കഴിയും? അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു മുദ്രാവാക്യം തന്നെ ഒരു DPRനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു സേഫ്റ്റി കൺസൾട്ടൻസി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് മുന്തിയ പരിഗണന ഇനി മുതൽ അങ്ങോട്ട് നൽകണം. അല്ലെങ്കിൽ നമ്മൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മൾ അപമാനിതരാകും. രണ്ടാമതായിട്ട് 2019 ഇവിടെ അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന പുതിയ നിയമം ഇതിനൊക്കെ ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വന്ന ഏക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്യാമറകളൊക്കെ സ്ഥാപിച്ചു. നമ്മുടെ ആളുകളിൽ നിന്ന് പിഴ മേടിച്ച് അവരെ ഊറ്റാനുള്ളൊരു മാർഗമായി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കേന്ദ്രമായാലും കേരളമായാലും മറ്റ് NGOകളായാലും നമ്മൾ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആണെങ്കിലും, രാഷ്ട്രീയമല്ല ഞാനീ പറയുന്നത്, നമ്മൾ ഈ സിസ്റ്റം ഒന്ന് മെച്ചപ്പെടുത്താൻ നമ്മൾ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഈ വയലിലൊക്കെ മട കെട്ടാൻ വേണ്ടി ജീവനുള്ള മനുഷ്യർ അതിനകത്ത് തള്ളാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് മനുഷ്യരിങ്ങനെ കുരുതി കൊടുക്കുമ്പോൾ നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് വരുന്നത് തന്നെ ശരിയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഇനി ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ, ബോധപൂർവം ഇത്തരം പിഴവുകൾ വഴി ഇനി ഒരാൾ മരിക്കാതിരിക്കാനുള്ള ഇത്തരം ഇടപെടലുകൾ എന്തൊക്കെ വേണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തണം. ഒരു ഇൻഫ്രാവിഷനും അതുപോലെ അനീതി ഉണ്ടായാൽ സമൂഹം തീയാകണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ രാഷ്ട്രീയ ആദർശം തലയ്ക്ക് പിടിക്കുമ്പോൾ. പക്ഷേ ഒരു അനീതിയല്ല, തുടർച്ചയായ അനീതി ഉണ്ടാകുന്നു എന്ന കണ്ണിന് മുന്നിൽ കണ്ടിട്ട് അനങ്ങാൻ കഴിയാത്ത സംവിധാനത്തിനെ എന്തു പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഇത്രമേൽ അന്ധത നമ്മുടെ സമൂഹത്തിനും ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഉണ്ടാകുന്നത് എന്ന് അത്ഭുതപ്പെടുകയുമാണ്. പരിഹാരമുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്.